നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ എം കെ റാം റിമാൻഡിൽ. അറസ്റ്റിലായത് കർണാടകയിലെ കുടകിൽ നിന്ന്. പെരിങ്ങത്തൂർ അണിയാരത്ത് പ്രവർത്തിക്കുന്ന ഭാരത് ഗ്യാസ് ഏജൻസിയുടെ പ്രവർത്തനം പൊയിലൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം വ്യാപകം. ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന തീരുമാനമാണിതെന്ന് UDF പെരിങ്ങളം മേഖലാ കമ്മിറ്റി. കൂത്തുപറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രിക്കും ജീവനക്കാർക്കും എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുകയാണ് ലക്ഷ്യം. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 5ാം റാങ്ക് നേടിയ കടവത്തൂരിന്റെ അഭിമാനമായി നിത ഫാത്തിമ. കുടുംബത്തിന്റെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് നിത. വാർത്തകൾ വിശദമായി. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ എം കെ റാം റിമാൻഡിൽ. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിൽ കുടകിൽ നിന്നാണ് ഡോക്ടർ റാമിനെ പിടികൂടിയത്. താടി വെച്ച് രൂപം മാറിയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞതെന്ന് പോലീസ് കണ്ടെത്തി. പ്രതിയെ കണ്ണൂരിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസിന് 2 നീതിയുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. കൈവിറയ്ക്കുന്ന പോലീസിന് എങ്ങനെ നീതി നടപ്പാക്കാനാകുമെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ADGP H വെങ്കടേഷിനെതിരെയും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചു. പ്രതിയെ പിടിക്കാത്തതിൽ ഉത്തരവാദി ADGP H വെങ്കടേഷാണെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. പരാതി വന്നാൽ ഗൗരവമായി കൈകാര്യം ചെയ്യുമെന്നും ജസ്റ്റിസ് A ബദ്രുദ്ദീൻ പറഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. ക്ലാസ് മുറിയിൽ വെച്ച് നിതിൻ രാജ് അധിക്ഷേപിക്കപ്പെട്ടുവെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചായിരുന്നു നിതിനെ അധ്യാപകൻ അധിക്ഷേപിച്ചത്. അധ്യാപകനെതിരെ അന്ന് നടപടിയെടുത്തിരുന്നെങ്കിലും നടക്കുക മറ്റൊന്നായിരുന്നുവെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പെരിങ്ങത്തൂർ അണിയാരത്ത് പ്രവർത്തിക്കുന്ന ഭാരത് ഗ്യാസ് ഏജൻസിയുടെ പ്രവർത്തനം പൊയിലൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി UDF പെരിങ്ങളം മേഖലാ കമ്മിറ്റി. ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന തീരുമാനമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അണിയാരം ഭാരത് ഗ്യാസ് ഏജൻസിക്ക് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. UDF പെരിങ്ങളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേതാക്കളെത്തി പ്രതിഷേധം അറിയിച്ചത്. UDF നേതാക്കളായ K രമേശൻ, അലി കുയ്യാലിൽ, നിഷിത ചന്ദ്രൻ, NP അബ്ദുൽ മുനീർ, ഹരീന്ദ്രൻ അണിയാരം, അജീഷ് കാരപ്പോയിൽ, PP സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പെരിങ്ങത്തൂർ അണിയാരത്ത് പ്രവർത്തിക്കുന്ന ഭാരത് ഗ്യാസ് ഏജൻസിയിലെ നിരവധി ഉപഭോക്താക്കളെ ഇതിനകം പൊയിലൂരിലെ ഏജൻസിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാനൂർ നഗരസഭാ പരിധിയിലെ പൂക്കോം പ്രദേശവും പൊയിലൂർ ഏജൻസി കീഴിലാക്കിയതായും പെരിങ്ങത്തൂർ മേഖലയും മറ്റൊരു ഏജൻസിക്ക് കീഴിലാക്കാനുള്ള നീക്കമുണ്ടെന്നും UDF ആരോപിക്കുന്നു. ഇത്തരം മാറ്റം യാഥാർത്ഥ്യമായാൽ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാകും. നിലവിൽ നഗരസഭാ പരിധിയിൽ ഉപഭോക്താക്കൾക്ക് ഏകദേശം 25 ദിവസത്തിനുള്ളിൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ പഞ്ചായത്ത് പരിധിയിലുള്ള ഏജൻസിക്ക് കീഴിലായാൽ 45 ദിവസം കഴിഞ്ഞ് മാത്രമേ ബുക്കിംഗ് സാധ്യമാവുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി UDF രംഗത്തിറങ്ങിയത്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ UDFന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് K രമേശൻ മാസ്റ്റർ പറഞ്ഞു. ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്ന തരത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. ഇതുവരെ ഇല്ലാത്ത ഒരു വിഷയമാണ് അവരിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അവിടെയുള്ള കൺസ്യൂമേഴ്സിനെ 5000-ത്തിലധികം കൺസ്യൂമേഴ്സിനെ മറ്റ് ഗ്യാസ് ഏജൻസികളിലേക്ക് മാറ്റുകയും അതോടൊപ്പം തന്നെ അവർക്ക് മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജയഭാരതി ഗ്യാസിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ച ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ നമ്മൾ അവരെ കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയിൽ 25 ദിവസത്തിനുള്ളിൽ ഗ്യാസ് ലഭിക്കും. 25 ദിവസമാണ് പരമാവധി ഗ്യാസ് ലഭിക്കാനുള്ള സമയം. അതേസമയം റൂറൽ ഏരിയയിൽ ഇപ്പം പൊയിലൂർ പോലുള്ള സുജാത ഗ്യാസ് ഏജൻസിയിലേക്കാണ് കുറേ ആളുകളെ മാറ്റിയിട്ടുള്ളത്. ആ സുജാത ഗ്യാസ് ഏജൻസിയിലാണെങ്കിൽ കൺസ്യൂമേഴ്സ് കുറവാണ്. ഇത് ടൈയപ്പായി നടത്തിയിട്ടാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്.
അവിടുന്ന് ഗ്യാസ് കിട്ടണമെങ്കിൽ 45 ദിവസം കഴിയണം നമുക്ക് റൂറൽ ഏരിയയിൽ നിന്ന് ഒരു ഗ്യാസ് ലഭിക്കണമെങ്കിൽ. അതുമാത്രമല്ല അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. നമുക്ക് 2.5 കിലോമീറ്റർ ഏരിയയിൽ നിൽക്കുന്ന ആളുകളാണ് പരമാവധി ആളുകൾ. ഇതേ 8 കിലോമീറ്റർ അപ്പുറമുള്ള പോലൂർ പോയിട്ട് നമ്മളൊരു ഗ്യാസ് എടുത്തുകൊണ്ട് വരാനും അതുപോലെ തന്നെ ഗ്യാസ് ഏജൻസി നമുക്ക് സപ്ലൈ ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വർദ്ധിക്കും. അതുമാത്രമല്ല മറ്റ് രീതിയിലുള്ള എന്തെങ്കിലും ഒരു പേപ്പർ നമുക്ക് കൊടുക്കാനും അത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോലൂർ വരെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും മുനിസിപ്പാലിറ്റിയിലുള്ള ഒരാളെയും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ പാടില്ല എന്ന് ഞങ്ങൾ UDFൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി ഇന്ന് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട, അത് അവിടെയുള്ള തൊഴിലാളികളുമായിട്ടുള്ള വിഷയം കൊണ്ട് തൊഴിലാളികൾക്ക് പണിയില്ലാതാക്കാൻ വേണ്ടി മറ്റുള്ള സ്ഥലത്തേക്ക് ആളുകളെ അയക്കുന്ന ഒരു കൺസ്യൂമേഴ്സിനെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു നടപടിയുമായിട്ടാണ് മാനേജർ. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂത്തുപറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിക്കും ജീവനക്കാർക്കും എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയാണ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. ആശുപത്രി പരിസരത്ത് നിരന്തരമുണ്ടാകുന്ന സാമൂഹ്യവിരുദ്ധ ശല്യങ്ങളും ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. പോലീസ് എയ്ഡ് പോസ്റ്റിൽ മുഴുവൻ സമയവും പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാകും. PK പ്രവീൺ MLA എയ്ഡ് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സണായ ശിബിത്തും അതേപോലെ സൂപ്രണ്ടും മറ്റ് ജീവനക്കാരും ആവശ്യപ്പെട്ട പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ കമ്മീഷണറുമായി ബന്ധപ്പെടുകയും അതനുസരിച്ച് പെട്ടെന്ന് ഇവിടെ ഒരു എയ്ഡ് പോസ്റ്റ് നിലവിൽ വരാൻ സാഹചര്യമുണ്ടായത്. അതുകൂടാതെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് കഴിയുന്നത്ര വേഗത്തിൽ ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും അഭാവമുണ്ട്. അത് നികത്താൻ വേണ്ട പ്രവർത്തനങ്ങളും പൂർണ്ണമായി എത്ര വേഗത്തിൽ കഴിയും അതനുസരിച്ച് ഇവിടെയുള്ള മറ്റ് ബ്ലോക്കുകളുടെയും സ്ഥിതിയിലേക്ക് പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ള പിന്തുണയും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഘട്ടം ഘട്ടമായി ഈ താലൂക്ക് ആശുപത്രിയിൽ ഏതെല്ലാം സൗകര്യങ്ങളാണോ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പ് വരുന്നുണ്ട്. അതുകൂടാതെ ഏതെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നഗരസഭയുടെ പൂർണ്ണമായ പിന്തുണ ലഭിച്ചുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും ഏതെല്ലാം മാറ്റങ്ങൾ വേണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് നഗരസഭയും സൂപ്രണ്ടും മറ്റും ആലോചിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്താനോ കഴിയുന്നത്ര വേഗത്തിൽ സാധിക്കുമെന്ന് പറയുന്നത്. നഗരസഭാ ചെയർമാൻ V. ഷിജിത്ത് അധ്യക്ഷത വഹിച്ചു. ആലോചിക്കുന്ന ഘട്ടത്തിലാണ് കൂത്തുപറമ്പിന്റെ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ ഇവിടെ ഒരു എയ്ഡ് പോസ്റ്റ് പോലീസിന്റെ പൂർണ്ണസമയ സേവനം ആവശ്യമാണെന്ന നിലയിലുള്ള ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടൽ MLA നേതൃത്വത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഫുൾ ടൈം പകലും രാത്രിയും ഇവിടെ മുഴുവൻ സമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സേവനം ലഭ്യമാവുന്ന നിലയിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന എയ്ഡ് പോസ്റ്റ് സംവിധാനത്തോടുകൂടി ഇങ്ങനെയൊരു സൗകര്യം നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ഒരു ദിവസം രാത്രിയിൽ ഇവിടെ ഒരു രോഗി സംഘർഷത്തിന്റെ ഭാഗമായി മുറിവ് പറ്റി ഇവിടെ വരികയും ആ രോഗിയുടെ മുറിവ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറും അതുപോലെ തന്നെ ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മറ്റൊരു കൂട്ടർ അതിക്രമിച്ച് അകത്തേക്ക് കയറി വീണ്ടും ആ രോഗിയെ സംഘർഷത്തിൽ മർദ്ദിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയാണ്. പോലീസ് ഇൻസ്പെക്ടർ ബിജു ആന്റണി, നഗരസഭ വൈസ് ചെയർപേഴ്സൺ MV ശ്രീജ, നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്തുൽ ഹഷിത, വാർഡ് കൗൺസിലർ മുഹമ്മദ് റാഫി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK സഹിന, M. ബിന്ദു, M. ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 5ാം റാങ്ക് നേടി കടവത്തൂരിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നിദ ഫാത്തിമ. കുടുംബത്തിന്റെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് നിദ പറയുന്നു. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് രാജ്യത്തെ ഏറ്റവും മത്സരാധിഷ്ഠിത പ്രവേശന പരീക്ഷകളിലൊന്നായ നീറ്റിൽ സംസ്ഥാനതലത്തിൽ 5ാം റാങ്ക് നേടി ശ്രദ്ധേയമായ നേട്ടമാണ് കടവത്തൂരിലെ നിദ ഫാത്തിമ സ്വന്തമാക്കിയത്. ദേശീയതലത്തിൽ 234ാം റാങ്കാണ്. കടവത്തൂർ താഴെപ്പീടികയിലെ കുഞ്ഞബ്ദുള്ളയുടെയും സക്കീനയുടെയും മകളാണ് നിദ. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് SSLCയും +2 പൂർത്തിയാക്കിയത്. തുടർന്ന് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് മികച്ച വിജയം കൈവരിക്കുകയായിരുന്നു.
കുടുംബത്തിന്റെ നിരന്തര പ്രോത്സാഹനവും അധ്യാപകരുടെ കൃത്യമായ മാർഗനിർദ്ദേശവുമാണ് ഈ അഭിമാന നേട്ടത്തിന് വഴിയൊരുക്കിയതെന്ന് നിദ ഫാത്തിമ പറഞ്ഞു. ഞാൻ നിദ ഫാത്തിമ. ഇപ്പം നീറ്റ് UG എക്സാമിൽ കേരളത്തിൽ 5th റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് 234 ആണ്. ടോപ്പിലെ ഫാക്കൽറ്റീസും ഡയറക്ടേഴ്സിൻ്റെ സപ്പോർട്ടുണ്ടും പാരൻസിൻ്റെ സപ്പോർട്ടുണ്ടാണ് എനിക്ക് റാങ്ക് കിട്ടിയത്. ഹാപ്പിയാണ്. പഠനമൊക്കെ എങ്ങനെയാണ്? എപ്പോഴാണ് പഠനം? ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്, റെസിഡൻഷ്യലായിരുന്നു. അവിടുത്തെ ക്ലാസ്സും എല്ലാം കൊണ്ടും പഠിച്ച് മുന്നോട്ട് വന്നു. നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ എന്തായാലും കിട്ടുന്ന കാര്യം തന്നെയാണ്. പഠനമൊക്കെ എവിടെയായിരുന്നു? ഡോപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹൈസ്കൂളൊക്കെ എവിടെയാണ് പഠിച്ചത്? PK MHS കടത്ത്. നൂറുൽ അമീനും നൈമ നൂറിയുമാണ് സഹോദരങ്ങൾ. നിദ ഫാത്തിമയുടെ ഈ മികവുറ്റ നേട്ടം കടവത്തൂരിന് മുഴുവൻ അഭിമാനമായി മാറിയിരിക്കുകയാണ്. മെഡിക്കൽ പഠനത്തിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്നാണ് സുഹൃത്തുക്കളും നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒപ്പം അധ്യാപകരും ആശംസിക്കുന്നത്. തിരുവോണം ബമ്പർ 2026 കണ്ണൂർ ജില്ലാതല ടിക്കറ്റ് പ്രകാശനം നടന്നു. ജില്ലാ ഇൻഫർമേഷൻ ഹാളിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് TO മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. അതൊക്കെ മാറ്റം. സാധാരണ ഇത് പറഞ്ഞത് താഴോട്ടുള്ള ലോട്ടറിയിൽ ഇടക്കാലത്തുണ്ടായിരുന്ന കുറേ സമ്മാനങ്ങൾ 5000 രൂപയൊക്കെ നിർത്തിയത് ആക്ഷേപമായിട്ട് പറയുന്നു. അപ്പോൾ ഏതായാലും അതൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ, അതായത് ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അതൊക്കെ പരിഷ്കരിക്കാനും ആ പ്രശ്നം പരിഹരിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊരു വലിയ അവസരമായിട്ട് പൊതുസമൂഹം കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കണ്ണൂരിലെ എൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന ഏജന്റുമാരുടെ പ്രതിനിധികൾ നിങ്ങളിൽ ഒരാൾ വിറ്റ ടിക്കറ്റിനാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദീപക് അധ്യക്ഷത വഹിച്ചു. ADM PM പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. അബ്ദുൽ കരീം, PV സജേഷ്, മടപ്പള്ളി രാമകൃഷ്ണൻ, M മനോജ്, PP പ്രേമൻ, രജിത് കുമാർ, പ്രേംജിത്ത് പൂച്ചാലി, P വീരേന്ദ്രകുമാർ, P ധനിൽ, ഉമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 26 നറുക്കെടുക്കുന്ന ടിക്കറ്റിന്റെ വില 500 രൂപയാണ്. മലയാളികളുടെ പ്രിയ ഗായിക S ജാനകിക്ക് ആദരമർപ്പിച്ച് തലശ്ശേരിയിൽ ജാനകീയം അനുസ്മരണം പരിപാടി നടത്തി. സദസ് കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ S ജാനകി പാടി അനശ്വരമാക്കിയ ഗാനങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചു. തലശ്ശേരിയിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ സദസ് കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് S ജാനകിയമ്മ അനുസ്മരണ സമ്മേളനവും ഗാനാലാപനവും നടത്തിയത്. ജാപ്പാനീസ് ബൂഡോ ഹാളിൽ സിനിമ സീരിയൽ താരം രാജേന്ദ്രൻ പായാട്ട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ സംഗീതബോധത്തെയും ഭാവുകത്വത്തെയും പതിറ്റാണ്ടുകളായി സ്വാധീനിച്ച ഗായികയായിരുന്നു S ജാനകി എന്ന് അദ്ദേഹം പറഞ്ഞു. തലമുറകളെ ഭാവസാന്ദ്രമായ ശബ്ദം കൊണ്ട് വിസ്മയിപ്പിച്ച S ജാനകിയുടെ ഗാനങ്ങൾ എന്നും സംഗീതപ്രേമികളുടെ മനസ്സിൽ മായാതെ നിൽക്കുമെന്നും രാജേന്ദ്രൻ പായാട്ട് പറഞ്ഞു. ഏത് ശബ്ദത്തിൽ വേണമെങ്കിൽ അവർ പാടും. കുട്ടികളുടെ ശബ്ദത്തിൽ 80 വയസ്സ് കഴിഞ്ഞപ്പോൾ റിയാലിറ്റി ഷോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിൽ അന്നേ തോന്നുന്നു എനിക്ക്, കുട്ടിയുടെ ശബ്ദത്തിൽ അത് പണ്ട് പാടിയ പാട്ടുകൾ ആ കുട്ടി അവർ പാടുകയാണ്, ഒരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഒരു പുരുഷന് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. വാസവനെ തൊടാൻ പറ്റൂല്ല എന്നൊരു പാട്ടില്ല അല്ലേ, എനിക്ക് പാട്ട് കേട്ടിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മൾ ഇത് ജാനകി അമ്മയുടെ തൊണ്ടയിൽ നിന്നാണ് തളിരിട്ട കിനാക്കൾ പാടിയ അതേ ഗായികയാണോ ഈ ഗാനം ആലപിക്കുന്നത് എന്ന് പോലും നമ്മൾ വിസ്മയം കൊണ്ട് നമ്മൾ മാറിപ്പോകുമ്പോൾ അത്രയും അത്ഭുതകരമായിട്ടുള്ള ശബ്ദത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഉടമയാണ്. അന്വേഷിച്ച് കണ്ടെത്തിയില്ല എന്നുള്ള സിനിമയിൽ താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഗാനം. അതുപോലെ നഗരമേ നന്ദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ തലശ്ശേരിയുടെ അഹങ്കാരമായിട്ടുള്ള രാഘവൻ മാസ്റ്ററുടെ മഞ്ഞണി പൂനിലാവിൻ പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളാരച്ചു വെച്ച് നീരാടുമ്പോൾ എന്ത് രസമുള്ള പാട്ടുകളാണ് അതെല്ലാം. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നമ്മൾ വല്ലാതെ കോരിത്തിരിച്ചു പോകുന്നതാണ് ഈ പാട്ടുകൾ കേൾക്കുമ്പോഴെല്ലാം തന്നെയാണ്. പകൽക്കിനാവ് എന്നുള്ള സിനിമയിൽ നിദ്ര നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടും കിട്ടി
പാടിക്കൊടുക്കുക. അത്രയും രസകരമായിട്ടുള്ള പാട്ട്, എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന്. ജാനകിയമ്മയുടെ പാട്ടുകൾ ഏത് പാടണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു നിമിഷം നമ്മൾ സ്റ്റക്കായിപ്പോൾ നമ്മൾ ഏത് പാടണമെന്നറിയാതെ അത്രയും രസകരമായിട്ടുള്ള പാട്ടുകൾ. സെൻസായി CN മുരളി ചടങ്ങിൽ അധ്യക്ഷനായി. സജീവൻ മാണിയത്ത് സ്വാഗതം പറഞ്ഞു. TP രാജീവൻ, KP മുരളീധരൻ, C രാധാകൃഷ്ണൻ, TK രജീഷ്, ചുരൈ ചന്ദ്രമാസ്റ്റർ, VK ജയന്തൻ, PP സുധീഷ്, ഡോക്ടർ ആവണി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. സംഗീതാർച്ചനയിൽ നിഷ കല്ലായി കണ്ണൂത്ത്, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK സിന്ധു, ശാംബർ ടീച്ചർ, ശോഭ ചന്ദ്രൻ, ജയൻ പരമേശ്വരൻ, ശിഹാബ് B ഫലക്കി, അഭിയുക്ത് മിഥുൻ, ധ്യാൻവിക സജീവൻ, അനിൽകുമാർ മുത്താരപ്പിടിക, റജന കൂത്തുപറമ്പ് തുടങ്ങിയവർ S ജാനകിയുടെ ഗാനങ്ങൾ ആലപിച്ചു. സൗഖ്യമേ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കണ്ണംവെള്ളിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഉമ്മൻചാണ്ടി സെന്റർ ഫോർ കമ്മ്യൂണിറ്റി സർവീസിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് V സുരേന്ദ്രൻ മാസ്റ്ററെ ആദരിച്ചു. പാനൂരിനടുത്ത കണ്ണംവള്ളി ഉമ്മൻചാണ്ടി സെന്റർ ഫോർ കമ്മ്യൂണിറ്റി സർവീസിന്റെ ആഭിമുഖ്യത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം ആചരിച്ചത്. അനുസ്മരണ സമ്മേളനം KM അഭിജിത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ശിക്ഷണത്തിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചു എന്ന് പലപ്പോഴും അഭിമാനത്തോടെ ഓർക്കുക. ജീവിതത്തിൽ മണ്ണോടടിയുന്നവരെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയൊരു പാഠപുസ്തകം നമുക്ക് നൽകിയ അധ്യായങ്ങൾ അത് പൊതുപ്രവർത്തനത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകും എന്നത് ഉറച്ച വിശ്വാസവും നിലപാടും തന്നെയാണ്. ഞാൻ ഇന്നലെ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. പുതുപ്പള്ളിയിലെ പരിപാടികൾക്ക് ശേഷം കളമശ്ശേരിയിലും ആലുവയിലും ഒക്കെ പരിപാടികളിൽ സംബന്ധിക്കുമ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീ ബെന്നിബാലൻ MP വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേവലം ഒരു പുസ്തകമല്ല, മറിച്ച് അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം, അത് ഹോളി ബൈബിൾ ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും ഗീതയാണെങ്കിലും ഗുരുനാനാക്കാണെങ്കിലും ഏത് വിശുദ്ധ ഗ്രന്ഥങ്ങളാണെങ്കിലും ആ ഗ്രന്ഥങ്ങളെല്ലാം നാടിനോട് പറയുന്നത് സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹോദരത്വത്തിന്റെ, ചേർത്ത് പിടിക്കലിന്റെ, കരുണയുടെ മഹത്തായ ആശയങ്ങളാണെങ്കിൽ ജീവിതം മുഴുവൻ അത്തരം ആശയങ്ങൾ പകർന്നു നൽകുക മാത്രമല്ല അത് പകർത്താൻ നമ്മളൊക്കെ ആവശ്യപ്പെട്ടു കൂടിയാണ് ഉമ്മൻചാണ്ടി സാർ കടന്നുപോയത്. പാനൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മെമ്പറുമായ V സുരേന്ദ്രൻ മാസ്റ്ററെ KM അഭിജിത്ത് MLA ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. KPCC ട്രഷറർ VA നാരായണൻ ഉമ്മൻചാണ്ടിയുടെ പൊതുജീവിതവും ജനസേവനവും അനുസ്മരിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. സന്തോഷ് കണ്ണംവള്ളി അധ്യക്ഷനായി. PK സതീശൻ, ഹരിദാസ് മൊകേരി, രാജൻ പുതുശ്ശേരി, K രമേശൻ, MC അതുൽ, KP രാമചന്ദ്രൻ, P സുരേഷ് ബാബു, രാജൻ കല്ലുമ്മൽ, KP പ്രമീഷ്, T ഷിജുകുമാർ എന്നിവർ സംസാരിച്ചു. ടെലിച്ചെറി ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികൾ സ്ഥാനമേറ്റു. രാജേഷ് കൃഷ്ണൻ പ്രസിഡന്റായും സുഭാഷ് സെക്രട്ടറിയായും ഗിരീഷ് തൊവരായി ഖജാൻജിയായും സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ്
മുൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ രാജൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായിട്ട് ഒരു ആസ്തിയല്ല, ഒരു കെട്ടുറപ്പുള്ള ഒരു ക്ലബില് ഒരു മീറ്റിംഗിൽ സകുടുംബം ആബാലവൃദ്ധ ജനങ്ങളും അടങ്ങുന്ന മെമ്പേഴ്സിന്റെ ഒരു സാന്നിധ്യത്തോടു കൂടിയുള്ള ഒരു മീറ്റിംഗിൽ വരാനുള്ള ഒരു അവസരം എനിക്ക് കൈമോശം വന്നേനെ എന്നുള്ളത് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എനിക്ക് ഇന്നിവിടെ വരുമ്പോൾ വന്ന് ഞാൻ നോക്കുമ്പോൾ സാധാരണ എനിക്ക് പരസ്യത്തിൽ പറഞ്ഞ കോട്ടയം അയ്യപ്പാസ് പോലെയാണ്, അകത്തേക്ക് കയറിയ വലിയ വിസ്തൃതമായിരിക്കും എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഞാൻ ആദ്യം ഇവിടെ വന്ന് 7 മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞത്. 6:45 ഞാൻ വന്നിങ്ങനെ നോക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ ഭാഗത്തോടെ പാസ് ചെയ്ത് പോകുന്നത്. എനിക്ക് ധാരണ ഇവിടെ നിന്ന് പോയി വേറെ ഏതോ ഹോളിലായിരിക്കാം മീറ്റിംഗ് എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ഡ്രസ്സ് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ട് അത് തന്നെയാണ് നമ്മുടെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുകയും തിരിച്ചകത്തേക്ക് കയറുമ്പോഴാണ് ഇത്രയും വിസ്തൃതമായ ഒരു അന്തരീക്ഷമുള്ള ഒരു ഏരിയയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന് ആദ്യമായിട്ട് എനിക്ക് ഇതിന്റെ ചാർട്ടർ മെമ്പേഴ്സും അല്ലെങ്കിൽ 30ഓളം 20 വർഷത്തിന് മുകളിൽ സേവന പാരമ്പര്യമുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഈ ക്ലബിലെ 30 മെമ്പേഴ്സിനോടുള്ള ആദരവ് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കാരണം തുടക്കകാലത്ത് നമുക്കറിയാം, ചരിത്രമൊക്കെ പറയുന്നത് ഹെറിഡിറ്ററി, തറവാടിത്തം എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ സ്ട്രെയിൻ ചെയ്യുന്ന ഒത്തിരിയേറെ പഴയ ഹിസ്റ്റോറിക്കൽ ക്ലബ്ബുകളുണ്ട്. എൻ്റെ ക്ലബ്ബ് 74 തുടങ്ങിയതാണ്. ആ ക്ലബ്ബ് സ്ട്രെയിൻ ചെയ്യുന്നില്ല, ഞാനിങ്ങനെ പറഞ്ഞു വന്നതല്ല, നന്നായിട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ്. പക്ഷെ അങ്ങനെയല്ല, പല ക്ലബ്ബുകൾക്കും ഈ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു എല്ലാത്തിനും ഒരു അവസ്ഥാന്തരമുണ്ട്, അതുപോലെ ഒരു കാലയളവുണ്ട്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു കാലയളവിലൂടെ പോകുന്നുണ്ട്. അത് വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ദീർഘവീക്ഷണമാണ്. കാരണവന്മാര് ചെയ്ത ഒരു ചിട്ടകളാണ് ഇതിനെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. മുൻ ഡിസ്ട്രിക്ട് ഗവർണറും മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് GLT കോർഡിനേറ്ററുമായ TK രജീഷ് വിശിഷ്ടാതിഥിയായി. മൾട്ടിപ്പിൾ ചെയർപേഴ്സൺ ആയിട്ടുള്ള രാജൻ നമ്പൂതിരി ഇവിടെ ഗസ്റ്റായി വരികയും നമ്മുടെ പ്രസിഡന്റ് ഡിസ്ചാർജ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിനുള്ള കടപ്പാട് ഞാൻ മനസ്സിലാക്കുക. കാരണം കൂത്തുകാട്ടുകുളത്ത്, അതായത് ഇന്നലെയാണ് ഇന്റർനാഷണൽ കൺവെൻഷൻ കഴിഞ്ഞ് ഹോങ്കോങ്ങിലെത്തി, ഇന്നലെ കഴിഞ്ഞാണ്. അതിന് തൊട്ട് വിട്ട് അടുത്ത ദിവസം തന്നെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് കാറിൽ യാത്ര ചെയ്ത് ഇവിടെ വരികയും നമ്മുടെ പ്രസിഡന്റ് ഇൻസ്റ്റാൾ ചെയ്തതിനുള്ള നന്ദി കടപ്പാട് ഞാൻ അവസരത്തിൽ അദ്ദേഹത്തോട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലബിനെ വളരെ മനോഹരമായ രീതിയിൽ നയിച്ച നമ്മുടെ സുധീഷ് ഷെണായി, അനിത ഷെണായി, ശ്രീജിത്ത് കെ, ഈ 3 പേർക്കുള്ള എല്ലാവരും അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പുതിയ പ്രസിഡന്റായി രാജേഷ് കൃഷ്ണനും സെക്രട്ടറിയായി സുഭാഷും ട്രഷററായി ഗിരീഷ് തവരായും അടക്കമുള്ള 40 അംഗ ഭരണസമിതി ചുമതലയേറ്റു. ഉറപ്പാണല്ലോ, സംശയമില്ലല്ലോ. നാളെ അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു തന്നെ എല്ലാവിധ ആശീർവാദത്തോടു കൂടി നിയുക്ത പ്രസിഡന്റിന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തോട്ടെ. അങ്ങേക്ക് അടുത്തൊരു വർഷത്തെ ക്ലബിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തപൂർവ്വമായിട്ടാണ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ. സുധേഷ് ഷേണായി അധ്യക്ഷനായി, വിനയകുമാർ സ്വാഗതവും സുഭാഷ് നന്ദിയും പറഞ്ഞു. അനിത ഷേണായി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുധീഷിനെ ചടങ്ങിൽ ആദരിച്ചു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഇരുന്നത് കേൾക്കാൻ സാധിച്ചു. സാംസ്കാരിക രംഗത്തും വിഭിന്ന ശേഷി രംഗത്ത്, സാന്ത്വന മേഖലയിൽ, വിദ്യാലയങ്ങളിൽ കയ്യൊപ്പ് ചാർത്തിയ ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെ നിറഞ്ഞ മനസ്സോടുകൂടി കേൾക്കുവാനും ഈ നാടിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി നല്ല കാര്യങ്ങൾ അതിന് സമയം കണ്ടെത്താൻ നിങ്ങൾ കാണിക്കുന്ന ത്യാഗോചിതമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. റീജിയൻ ചെയർപേഴ്സൺ മിഥുൻ, സുചിത്ര മോഹൻ, ശ്രീനിവാസ പൈ, ചിത്ര പൈ, പാർവതി എന്നിവർ സംസാരിച്ചു. അഗതി മന്ദിരത്തിൽ പുതപ്പുകൾ, അംഗപരിമിതരുടെ സ്കൂളായ JC സ്പെഷ്യൽ സ്കൂളിന് വീൽചെയർ എന്നിവ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൈമാറി. ചെറുവാരി നാണു സ്മാരക പുരസ്കാരത്തിന് ഗ്രന്ഥശാല പ്രവർത്തകനായ PVK പനയാൽ അർഹനായി. വടക്കുംപാട് SN പുരം ശ്രീനാരായണ വായനശാലയുടെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് PVK പനയാലിന് ലഭിച്ചത്. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ
മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച അന്തരിച്ച ചെറുവാരി നാണുവിന്റെ സ്മരണക്കായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഉൾപ്പെടുന്ന പുരസ്കാരം ജൂലൈ 26 രാവിലെ 10 മണിക്ക് SN പുരം ശ്രീനാരായണ വായനശാല സപ്തതി സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ MLA MV ജയരാജൻ സമ്മാനിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ഗ്രന്ഥശാല രംഗത്ത് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് PVK പനയാലിനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തതെന്ന് പുരസ്കാര സമിതി കൺവീനർ PK വിജയനും സംഘാടക സമിതി ചെയർമാൻ മുകുന്ദൻ മഠത്തിലും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖ ഗ്രന്ഥാലയങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥാലയമാണ് നമ്മുടെ വടക്കുംപാടുള്ള SN പുരത്തെ ശ്രീനാരായണ വായനശാല. ആ വായനശാല ഇന്ന് അതിൻ്റെ 70 വർഷം പൂർത്തിയായതിൻ്റെ ആഘോഷ പരിപാടികൾ നടന്നു വരികയാണ്. 10 മാസം മുമ്പേ ആരംഭിച്ച സപ്തതി ആഘോഷങ്ങൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വായനശാല ആ പ്രദേശത്തെ ജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും വിദ്യാഭ്യാസവുമായി 10 വർഷമായി, കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ് ഈ ടേമിലും അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഗ്രന്ഥാലോകത്തിൻ്റെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖമാസികയായിട്ടുള്ള ഗ്രന്ഥാലോകത്തിൻ്റെ ചീഫ് എഡിറ്ററാണ് പനയാൽ മാഷ്. പനയാൽ മാഷ് സാഹിത്യ അക്കാദമി, അതുപോലെ സംഗീത നാടക അക്കാദമി, ഈ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രമുഖനായിട്ടുള്ള ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ, എഴുത്തുകാരൻ, സിനിമാ രംഗത്തെ പ്രവർത്തകൻ. അതിജീവനത്തിന്റെ ചരിത്രമായി മാറിയ SN പുരം ശ്രീനാരായണ വായനശാലയുടെ 70ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് വായനശാലയുടെ ആത്മാവായിരുന്ന ചെറുവാരി നാണുവിന്റെ പേരിൽ ഈ സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും സംഘാടകർ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് V പ്രദീപൻ, പനോളി രമേശൻ, പനോളി ആണ്ടി, G മനോഹരൻ എന്നിവരും പങ്കെടുത്തു. സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം പഠന ക്യാമ്പ് പാനൂർ നരിക്കോട്ടുമല ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. മുൻ മന്ത്രി KP മോഹനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നരിക്കോട്ടുമല ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ SSAI കൂത്തുപറമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പ് RJD ദേശീയ കൗൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സംഘടന എന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിരുന്നു ISO. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് SSAI അതിൽ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത്, പൊതുരംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒക്കെ തന്നെ തിളങ്ങി നിൽക്കുന്നവരായിട്ടുള്ള പ്രശ്നമാണ്. നമ്മൾ വാക്കുകൾ കൊണ്ട് പലതും പറയാൻ സാധിക്കും, പക്ഷേ പ്രവൃത്തിയിലായിട്ടാണ് നമ്മൾ. ആ പ്രവൃത്തിയിലൂടെ നമ്മൾ നേടേണ്ടത് നമ്മുടെ സാമൂഹ്യ നന്മയാണ്, സമൂഹത്തിന് നന്മ ഉണ്ടാക്കുള്ളത്. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് നമ്മുടെ രക്ഷിതാക്കളോട് എങ്ങനെ പെരുമാറണം, അധ്യാപകരോട് എങ്ങനെ പെരുമാറണം, നമ്മുടെ സുഹൃത്തുക്കളോട്, കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ തന്നെ പഠിച്ച് മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് അത് നല്ല കുട്ടികളായിട്ട് വന്നപ്പോൾ അത് സംഘടനയുടെ SSAIയുടെ സംഘടനയുടെ കുട്ടിയാണ് അവർ പഠിപ്പിക്കുന്നതും അതാണ്. അല്ലാതെ കൊടിയുമെടുത്ത് വാളുമെടുത്ത് കൊള്ളുവാളുമെടുത്ത് ഓടുന്ന രൂപത്തിലേക്കുള്ള വിദ്യാർത്ഥികളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പഴയ കാലത്തൊക്കെ തന്നെ നമ്മളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അഭിയാനടക്കം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ജൂലൈ 13 VP കുമാരനെ പരിചയപ്പെട്ടത്. ഞാനതിലേക്കും കടക്കുന്നു. ഞാൻ പറയാനുള്ള കാരണം നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കുകയുള്ളത്, മറിച്ച് നമ്മൾ അതിനനുസരിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് മുന്നോട്ട്. SSAI കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് വിധു S വിഞ്ഞിൽ അധ്യക്ഷനായി. ദേശീയ സെക്രട്ടറി വിസ്മയ മുരളീധരൻ, RJD കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് P ദിനേശൻ, മഹിളാ ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് M ശ്രീജ, യുവജനതാദൾ മണ്ഡലം പ്രസിഡന്റ് MK രഞ്ജിത്ത്, SSAI മണ്ഡലം സെക്രട്ടറി VP ഷാൻവിൻ, ജോയിന്റ് സെക്രട്ടറി P ദേവതീർത്ഥ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ TP അനന്തൻ മാസ്റ്റർ പതാക ഉയർത്തിയതോടെയാണ് ക്യാമ്പിന് തുടക്കമായത്. തുടർന്ന് നടന്ന പഠന ക്ലാസുകൾ K റൂസി, രാജീവൻ T വേങ്ങാട്, സുരേഷ് ചെണ്ടിയാട് എന്നിവർ നയിച്ചു. വിധു S വിനിൽ, BP ഷാൻവിൻ, ദേവതീർത്ഥ, ആര്യനന്ദ, അഭിനവ് എന്നിവർ മോഡറേറ്റർമാരായി. ക്യാമ്പിന്റെ സമാപന സമ്മേളനം വൈകിട്ട് PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. ധ്യാൻ സായക് അധ്യക്ഷനായി. M ഹാഷിം, P ആരുഷി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധവും ജനാധിപത്യ മൂല്യങ്ങളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്.
മാഹി CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാഹിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാഹി ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. മാഹി MLA അഡ്വക്കേറ്റ് ടി അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ രംഗത്ത് CH സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് MLA അഡ്വക്കേറ്റ് ടി അശോക് കുമാർ പറഞ്ഞു. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ രോഗം വന്ന് മൂർച്ഛിച്ചതിന് ശേഷമാണ് ഡോക്ടർമാരെ കാണാൻ പോകുന്നത്. അങ്ങനെയല്ല, രോഗം ആദ്യം വരുന്നതിനേക്കാൾ മുന്നേ രോഗം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സയിലും അതുപോലെ രോഗി രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് CH സെൻറ്റർ ഇങ്ങനൊരു രോഗനിർണയ ക്യാമ്പ് നടത്തുന്നത്. CH സെൻറ്ററിൻ്റെ പ്രവർത്തനം മാഹി ഹോസ്പിറ്റലിൽ രോഗികൾക്ക് അവരുടെ കൂടെ വരുന്ന ആളുകൾക്ക് നിരന്തരമായി ഭക്ഷണം നൽകുന്നുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും. അതുപോലെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് നൽകിക്കൊണ്ടും വിവിധ വിധത്തിലുള്ള സഹായമാണ്. കൂടാതെ കിടപ്പ് രോഗികൾക്കുള്ള ഭക്ഷണം ഒക്കെ നൽകി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന CH സെൻറ്റർ ഇനിയും വയലിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തനം സാധിക്കട്ടെ എന്ന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മാഹി പോലീസ് സൂപ്രണ്ട് B ധനശേഖരൻ, പ്രവാസി വ്യവസായിയും ദുബായ് ജുമാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറുമായ റാഫി ഐച്ചസ് എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ വെച്ച് റാഫി ഐച്ചസ് CH സെന്ററിന് നൽകിയ വീൽ ചെയറുകളും വാട്ടർ ബെഡുകളും മറ്റു ഉപകരണങ്ങളും അദ്ദേഹം MLAക്ക് കൈമാറി. മാഹി CH സെന്റർ നീണ്ട 16 വർഷമായി ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസവും നമുക്ക് വേണ്ടി, മാസങ്ങളല്ല ദിവസവും, ഓരോ ദിവസം നമുക്കറിയാം, നിത്യവും ഇവിടെ വരുന്ന രോഗികൾക്ക് കഞ്ഞികൾ വിതരണം ചെയ്തും മനുഷ്യ സേവനത്തിൻ്റെ നന്മയുടെ പാതയിലേക്ക് നയിക്കുന്ന CH സെൻറ്റർ അനുദിനം ഓരോ ദിവസവും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രൂപ പോലും നമ്മളിൽ നിന്ന് ആരും ആവശ്യപ്പെടാതെ നിരന്തരം രോഗികൾക്ക് വേണ്ടി ഇതുപോലുള്ള മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ CH സെൻറ്റർ എന്നും നമ്മോടൊപ്പമുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമുക്കറിയാം, മാഹിയിലെ ഹോസ്പിറ്റലൊക്കെ ഫ്രീ ആണെന്ന് പറയുമ്പോഴും ഒന്നുപോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ മനുഷ്യ സ്നേഹം മാത്രം കണക്കിലെടുത്തുകൊണ്ട് CH സെന്റർ പ്രസിഡന്റ് AV യൂസഫ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ബേബി ഹോസ്പിറ്റൽ, തലശ്ശേരി PK ഐ കെയർ ഹോസ്പിറ്റൽ, മാഹി നീതി ലാബ് എന്നിവർ സംയുക്തമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് നേതാക്കളായ T ഇബ്രാഹിംകുട്ടി, KK ബഷീർ, ഇഫ്തിയാസ്, KMCC കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. നീറ്റ് പരീക്ഷയിൽ വിജയിച്ച ഹൈഫ നൌഫലിനെ അഡ്വക്കേറ്റ് അശോക് കുമാർ ആദരിച്ചു. ചടങ്ങിൽ AV അൻസാർ സ്വാഗതവും EK മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം.
കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. മൊകേരിയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷനും 75 വയസ്സ് പിന്നിട്ട മുതിർന്ന പെൻഷൻകാരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിക്കുകയും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണം നൽകുകയും ചെയ്ത പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പാത്തിപ്പാലം പെൻഷൻ ഭവനിൽ ചേർന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മൊകേരി യൂണിറ്റ് കൺവെൻഷൻ മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ ഉദ്ഘാടനം ചെയ്തു. കാലത്ത് കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമൂഹത്തിൽ വലിയൊരു ബഹുമാനം അർഹിക്കുന്നവരാണ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ SSLCയിലും +2വിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ സമൂഹത്തിൽ നല്ലൊരു ഉന്നതമായ പദവിയിൽ എത്തുന്നതിനുള്ള ഒരു ജോലി നേടുക. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ എല്ലാവർക്കും വേണ്ടുന്ന വികസനത്തിനും എല്ലാത്തിനും പങ്കാളികളായി നമുക്ക് തന്നെ മാതൃകയാകുന്ന ഒരു ഉദ്യോഗാർത്ഥികളായി മാറാൻ നിങ്ങളെ ആദ്യമേ തന്നെ അനുമോദിക്കുക. യൂണിറ്റ് പ്രസിഡന്റ് VP അനന്തൻ മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി K രാജു സ്വാഗതം പറഞ്ഞു. P കുമാരൻ മാസ്റ്റർ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. 75 വയസ്സ് പിന്നിട്ട മുതിർന്ന പെൻഷൻകാരെ ആദരിക്കുന്ന ചടങ്ങും സംഘടനയിലേക്ക് പുതുതായി എത്തിയ അംഗങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങും നടന്നു. പാനൂർ ബ്ലോക്ക് സെക്രട്ടറി PK രാമചന്ദ്രൻ മാസ്റ്റർ പുതിയ അംഗങ്ങളെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തു. SSLC, +2, LSS, USS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊകേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ജയപ്രസാദ് മാസ്റ്റർ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. K ദാമോദരൻ മാസ്റ്റർ, PP ഹരീന്ദ്രൻ മാസ്റ്റർ,
എൻ കൃഷ്ണൻകുട്ടി എന്നിവർ ആശംസകൾ നേർന്നു. നിരവധി പെൻഷൻകാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചമ്പാട് യൂണിറ്റ് കൺവെൻഷൻ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. KSSPU ബ്ലോക്ക് സെക്രട്ടറി PK രാമചന്ദ്ര മാസ്റ്റർ ഉദ്ഘാടനവും വിശദീകരണവും നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ സംയുക്ത യോഗം നടന്നു. അധ്യക്ഷൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് സാറ് സംഘടനാ രേഖ നമ്മുടെ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടോടൊപ്പം തന്നെ സംഘടന അനുവർത്തിക്കുന്ന ഏത് അടിസ്ഥാനത്തിലാണ് സംഘടന പ്രവർത്തിക്കുന്നത്, സംഘടനയുടെ കാഴ്ചപ്പാട് എന്താണ്, സംഘടന ഇന്നലെ ഇന്ന് നാളെ ഏത് തരത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ മറ്റ് സംഘടനകളോടും മറ്റ് രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടുള്ള നമ്മുടെ സമീപനം ഉണ്ടായിരിക്കണം എന്നടങ്ങുന്ന സംഘടനാ രേഖ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ് അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായരാണ് അവതരിപ്പിച്ച് 10 മണിക്ക് പ്രഭാഷണമായിരുന്നു. വിഷയം ദേശസ്നേഹവും ഭരണഘടനയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ശ്രീ അജു K. നാരായണൻ, പ്രൊഫസർ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ്, മഹാത്മാഗാന്ധി കോളേജ് കോട്ടയം, അവരാണ് ഏറ്റവും നന്നായിട്ട് ആ വിഷയം അവതരിപ്പിക്കാൻ എല്ലാവർക്കും കൃത്യമായ രീതിയിലേക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു അജു K. നാരായണൻ. ചമ്പാട് യൂണിറ്റ് പ്രസിഡന്റ് KP രാഹുലൻ അധ്യക്ഷനായി. ബ്ലോക്ക് ട്രഷറർ KN ജയതിലക്, സംസ്ഥാന കൗൺസിലർ C. ചിത്ര, ചമ്പാട് യൂണിറ്റ് സെക്രട്ടറി KP ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണംവെള്ളി മഹാത്മാ യുവക് കേന്ദ്രം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ PK പ്രവീൺ MLA സ്വീകരണവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കണ്ണംവെളിയിൽ നടന്ന ചടങ്ങിൽ മഹാത്മാ യുവകേന്ദ്രം വായനശാല ഗ്രന്ഥാലയം പ്രസിഡന്റ് VO ശ്രീജിത്ത് അധ്യക്ഷനായി. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. കൂടിച്ചേർന്നതായി എല്ലാ മേഖലയിലും പുതിയ തലമുറകളെ വായനയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് പ്രത്യേകിച്ച് തലശ്ശേരി താലൂക്കിന്റെ കീഴിലുള്ള ലൈബ്രറികൾ മുമ്പോട്ട് പോകുന്നത്. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വായനയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇപ്പോൾ അതിപ്രസരമായി നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ലൈബ്രറിയിലും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ടും വായനാ ആചരണവുമായി ബന്ധപ്പെട്ടും മറ്റേത് പ്രവർത്തനം നടത്തുമ്പോഴും അതിൻ്റെതായ ഒരു പങ്ക് വഹിക്കാൻ ഈ ലൈബ്രറിക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സമൂഹത്തിന് മികച്ച മാറ്റം സൃഷ്ടിക്കാനാകുമെന്ന് PK പ്രവീൺ MLA പറഞ്ഞു. ജയചന്ദ്രൻ കരിയാട്, BP പ്രേമകൃഷ്ണൻ മാസ്റ്റർ, K. ശശികുമാർ എന്നിവർ സംസാരിച്ചു. BP സഞ്ജീവൻ സ്വാഗതവും P. ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ദീർഘകാലമായി അലട്ടുന്ന മാറാവ്യാധികൾക്ക് ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഫലപ്രദമായ പരിചരണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെക്യാട് ഗ്രാമപഞ്ചായത്തിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പാറക്കടവിൽ നടന്ന പരിപാടി പ്രമുഖ ഹോമിയോ വിദഗ്ധൻ ഡോക്ടർ ഇസ്മയിൽ സേട്ട് ഉദ്ഘാടനം ചെയ്തു. ചെക്യാട് പഞ്ചായത്ത് ആയുഷ് NHM ഹോമിയോ PHCയുടെ ആഭിമുഖ്യത്തിലാണ് പാറക്കടവ് KB ഹസൻ മാസ്റ്റർ ഹാളിൽ മെഡിക്കൽ ക്യാമ്പും സെമിനാറും സംഘടിപ്പിച്ചത്. പ്രമുഖ ഹോമിയോ വിദഗ്ധൻ ഡോക്ടർ ഇസ്മയിൽ സേട്ട് ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലമായി അലട്ടുന്ന വിവിധ രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഫലപ്രദമായ പരിചരണം ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സ ആരംഭിക്കുന്നതിന്റെ പ്രാധാന്യവും അദ്ദേഹം വിശദീകരിച്ചു. ചെക്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CH ഹമീദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വസന്ത കരിന്ദ്രയിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് കുറുവയിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK ജമീല, ബ്ലോക്ക് മെമ്പർ സഫിയ വയലോളി, പഞ്ചായത്ത് അംഗങ്ങൾ, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ നിഖില, ഡോക്ടർ ലതിക എന്നിവർ ആശംസകൾ നേർന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭവ്യ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. സെമിനാറിന്റെ ഭാഗമായി വിദഗ്ധ മെഡിക്കൽ പരിശോധനയും ചികിത്സാ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി. രണ്ടാമത് കണ്ണൂർ ജില്ലാ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2026 പാനൂർ ഫൈറ്റേഴ്സ് കരാത്തെ അക്കാദമിയിൽ നടന്നു. നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു. പന്നന്നൂർ പഞ്ചായത്ത് അംഗം നസീർ ഇടവലത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതൊരു ഫിസിക്കൽ മാത്രമല്ല, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഒരു പരിശീലനം
കിട്ടുക എന്നതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു പരിശീലന കേന്ദ്രമാണ് ഇങ്ങനെയുള്ളൊരു സ്ഥാപനം ഇന്ന് പാനൂരിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിട്ട് അതിൽ നിങ്ങൾക്ക് പരിശീലിപ്പിക്കുന്ന ബാലേട്ടനായാലും അതുപോലെ തന്നെ ആദം എന്ന വ്യക്തിയെ പറ്റി എനിക്ക് എൻ്റെ വീട്ടിനോട് ചേർന്നാണ് താമസിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് വലിയ അറിയപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിത്വമാണ് ആദം എന്ന് പറയുന്ന ബാലേട്ടനായി കുറേ കാലങ്ങളായിട്ട് നമുക്ക് അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിങ്ങൾ എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അവിടെ നിങ്ങൾക്ക് എല്ലാ നിലയിലും സുരക്ഷിതവും നിങ്ങളുടെ എന്താണ് ആഗ്രഹിച്ചു വന്നത് അത് പൂർണ്ണമായി. സംസ്ഥാന ഗ്രാപ്ലിംഗ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ജിഷ്ണു ദ്രോണ മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് കോച്ച് ഫഹദ് ഹുസൈൻ, കെ ആർ വിഷ്ണു, മുഖ്യ പരിശീലകൻ ക്യോഷി ബാലൻ, ചീഫ് കോച്ച് ഷിഹാൻ ആദം സി യൂസഫ്, ആശിഷ് ശുക്ലി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കരാത്തെ പ്രദർശനവും നടന്നു. ഇവിടെ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് നമ്മൾ വിസിലേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഓപ്പോണ്ട് എന്ത് ചെയ്യും, ഇപ്പോഴും ഓക്കെ. നെക്സ്റ്റ് അതർ ഹാൻഡ് എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് കൊടുക്കുന്നുണ്ടാവും, അങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ടാവും, ഓപ്പോസിറ്റ് ഇവിടെ നിന്ന് പുഷ് ചെയ്യുന്നുണ്ടാവും. ഈ പുഷിങ്ങിലാണ് നമ്മൾ ടേക്ക് ഡൗണിലോട്ട് ഈ ബെൻഡ് ചെയ്തിട്ടുണ്ട് ക്യാച്ച് ചെയ്ത് ഈ ടീം എന്ത് ചെയ്യാം ഓക്കെ. ഇതിലേക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അമേച്ചർ ലെവലാണ് നമുക്ക് ഗ്രാബിംഗ് എന്ന് പറയുന്നത്. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വയോജന വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിവാര സംഗമം ശ്രദ്ധേയമായി. പ്രമുഖ ബാലസാഹിത്യകാരൻ അജിത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അംഗങ്ങളുടെ സജീവ പങ്കാളിത്തമുണ്ടായി. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ വയോജന വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിവാര സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ ബാലസാഹിത്യകാരൻ അജിത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കെ പി രാജൻ അധ്യക്ഷനായി. കെ അച്യുതൻ സംസാരിച്ചു. വായനയും സംവാദങ്ങളും അനുഭവ വിജ്ഞാനവും പങ്കുവച്ച് വയോജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലുകൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് പ്രതിവാര സംഗമം സംഘടിപ്പിക്കുന്നത്. പി രാമചന്ദ്രൻ സ്വാഗതവും സതി നന്ദിയും പറഞ്ഞു. വയോജനങ്ങളുടെ അറിവും അനുഭവങ്ങളും സമൂഹവുമായി പങ്കുവെക്കുന്നതിനുള്ള വേദിയായി ഇത്തരം പ്രതിവാര സംഗമങ്ങൾ മാറുകയാണെന്ന് സംഘാടകർ പറഞ്ഞു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തും ഭാരതീയ ചികിത്സാ വകുപ്പും പന്ന്യന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പന്ന്യന്നൂർ അരിയാക്കോൽ യു പി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. സ്ത്രീരോഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജീവിതശൈലി രോഗ വിഭാഗം എന്നീ പരിശോധനകളാണ് നടന്നത്. പന്ന്യന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് നോയ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശരീരത്തിൽ മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലത് മാത്രം നൽകിക്കൊണ്ട് രോഗം ഭേദമാക്കുന്ന രീതിയാണ് ആയുർവേദ ചികിത്സാ രീതിക്കുള്ളത്. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. പണ്ടുകാലത്ത് നമ്മളൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും ഇക്കാലത്ത് നമ്മൾ എല്ലാവരും തിരക്കേറിയ ജീവിതമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖം മാറുക, പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ തീരുക എന്നത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആയുർവേദ ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ മഴക്കാലമായതിനാൽ തന്നെ നിരവധി പകർച്ചവ്യാധികളും മറ്റ് അസുഖങ്ങളും നമ്മുടെ നാടുകളിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തിനകത്തുള്ള എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്നും എല്ലാവരും അത് പ്രയോജനപ്പെടുത്തും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ജ്യോതി ജേക്കബ് ജീവിതശൈലി രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വാർഡംഗം PM ലീന അധ്യക്ഷയായി. വാർഡംഗങ്ങളായ നസീർ ഇടവലത്ത്, ടി ശോഭനാഥൻ, കെ ലീല, KK ജിനിഷ എന്നിവർ സംസാരിച്ചു. PTK പ്രേമൻ സ്വാഗതവും ഡോക്ടർ KV ചൈതന്യ നന്ദിയും പറഞ്ഞു. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിൽ ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ബാലവേദി സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ PM സുരേഷ് ബാബു വിദ്യാർത്ഥികളുമായി ചാന്ദ്രദിനത്തിന്റെ പ്രാധാന്യം, ബഹിരാകാശ പര്യവേഷണം,
ചാന്ദ്രദൗത്യങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. പ്രതിഫലിപ്പിക്കുന്നതിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഈ അളവിന്റെ വ്യത്യാസമാണ് നമ്മൾ കറുത്തതായിട്ടും കലകളായിട്ട് അവിടെ കാണുന്നത്. ചന്ദ്രന്റെ കലകൾ ആ കലകളുടെ രൂപത്തിനനുസരിച്ചാണ് മുയലിന്റെ രൂപത്തിൽ. അതുകൊണ്ട് തന്നെ മുയലിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ശശാങ്കൻ. ശശാങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയലാണ്. ശശം എന്ന് പറഞ്ഞാൽ മുയല, സംസ്കൃത വാർത്ത. അതുകൊണ്ട് ശശാങ്കൻ എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമായിട്ട് വന്നത് അങ്ങനെയാണ്. LCD പ്രൊജക്ടറിന്റെ സഹായത്തോടെയാണ് ക്ലാസ് നടത്തിയത്. ഇത് വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശത്തെക്കുറിച്ചുള്ള അറിവ് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായകമായി. ബാലവേദി ചെയർപേഴ്സൺ അമയ പ്രവീൺ അധ്യക്ഷയായി. ബാലവേദി സെക്രട്ടറി അനുഷ്ക സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ശാസ്ത്രബോധവും അന്വേഷണത്വരയും വളർത്താൻ ഇത്തരം പരിപാടികൾ ഏറെ പ്രയോജനകരമാണെന്ന് സംഘാടകർ പറഞ്ഞു. കിഴക്കേ ചമ്പാട് ശ്രീനാരായണ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരായനം സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും LSS, USS വിജയികളെയും അനുമോദിച്ചു. കൂത്തുപറമ്പ് ഗവൺമെന്റ് ITI റിട്ടയർഡ് പ്രിൻസിപ്പാൾ VP മോഹനൻ ആദരവ് 2026 ഉദ്ഘാടനം ചെയ്തു. U ഗോപി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കാരണം വളരുന്ന തലമുറക്ക് പ്രചോദനം കിട്ടുവാൻ, കൂടുതൽ പ്രേരണ കിട്ടുവാൻ ഇത്തരം പരിപാടികൾ തീർച്ചയായും സഹായിക്കും. അതുമാത്രമല്ല, തൻ്റെ മക്കൾ ആദരിക്കപ്പെടുന്നു എന്ന് കാണുന്നത് ഏതൊരു രക്ഷിതാവിനും ഏത് മാതാപിതാക്കൾക്കും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഈ ശ്രീനാരായണ മഠത്തെ അതിൻ്റെ ഭാരവാഹികൾ ഞാൻ ഒന്നുകൂടി ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇവിടെ വിജയികളായ +2-ലെയും SSC, LSS, USS-ലെയും വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുന്നില്ല. അവർ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന വിജയം കൈവരിച്ച കുട്ടികളാണ്. അവർക്ക് ആ വിജയം കിട്ടിയത് വളരെ എളുപ്പത്തിലല്ല. LSS-ലും USS-ലും KM രവീന്ദ്രൻ, KV രാജീവൻ, PK പ്രദീപൻ, KK സജീവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിജയികളായ വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗം നടത്തി. ട്രാവൽ രംഗത്ത് പുതിയ കാൽവെപ്പുമായി തലശ്ശേരി സൈദാർ പള്ളിക്ക് സമീപം PC ജേണീസ് പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി ചിറക്കര സ്വദേശി PC സൈഫുള്ളയുടെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം. EM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ A ശർമിള അധ്യക്ഷത വഹിച്ചു. കാരായി രാജൻ MLA, നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, നഗരസഭാംഗങ്ങളായ TV റാഷിദ, കാന്തലോട്ട് വത്സൻ, TP അബ്ദുറഹ്മാൻ, MK ഷംസീന, നൂറ നാസർ, CPM തലശ്ശേരി ഏരിയ സെക്രട്ടറി CK രമേശൻ, DYFI ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ, ഡോക്ടർ മധുസൂദനൻ, അഡ്വക്കേറ്റ് KM ലത്തീഫ്, വാഴയിൽ വാസു, വ്യാപാരി സംഘടനാ നേതാക്കളായ AK സക്കറിയ, ജഗദീഷ് ബാബു, CPM നൌഫൽ, TC അബ്ദുൽ കിലാബ്, KP റഫീഖ് തുടങ്ങി നൂറുകണക്കിന് ആളുകൾ സന്നിഹിതരായി. ട്രാവൽ സംബന്ധമായ എല്ലാ സേവനങ്ങളും
PC ജേണീസിൽ ലഭ്യമാണ്. പാസ്പോർട്ട്, വിസിറ്റിംഗ് വിസ, ഇവൻറ്റ്സ്, ബസ്, കാർ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജസ്, ഹെൽത്ത് ഇൻഷുറൻസ്, സർട്ടിഫിക്കറ്റ്സ്, അറ്റസ്റ്റേഷൻ തുടങ്ങിയ സേവനങ്ങളും വളരെ കൃത്യതയോടെ ചെയ്തു കൊടുക്കുമെന്ന് CP ജേണീസ് ഉടമ PC സൈഫുള്ള അറിയിച്ചു. ട്രിയോ ബസാർ കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ V. ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൂത്തുപറമ്പിന്റെ വ്യാപാര രംഗത്ത് പുതിയ ഏടുകൾ കൂട്ടിച്ചേർത്താണ് ട്രിയോ ബസാർ പ്രവർത്തനം ആരംഭിച്ചത്. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V. ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നതാണ് മൂര്യാട് റോഡ് ജംഗ്ഷനിൽ ആരംഭിച്ച ട്രിയോ ബസാറിന്റെ പ്രത്യേകത. ഫാഷൻ, ഗ്രോസറി, ഹോം അപ്ലയൻസസ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് ട്രിയോ ബസാറിൽ ഒരുക്കിയിരിക്കുന്നത്. മുൻനിര സ്ഥാപനങ്ങളുടെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. വ്യാപാര രംഗത്ത് 2 പതിറ്റാണ്ടിലേറെയുള്ള പ്രവർത്തന പാരമ്പര്യവുമാണ് ട്രിയോ ബസാർ കൂത്തുപറമ്പിന്റെ വിപണി കീഴടക്കാൻ എത്തിയിരിക്കുന്നത്. ആഗ്രഹിക്കുകയാണ്. ഈ ട്രിയോ ബസാറിന്റെ പ്രത്യേകത ഒന്ന്, വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇതിന്റെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും പ്രധാന റോഡിൽ നിന്നും പെട്ടെന്ന് തന്നെ ഈ പാർക്കിംഗ് സ്ഥലത്തേക്ക് കയറി ഏറ്റവും എളുപ്പത്തിൽ സ്ഥാപനത്തിനകത്തേക്ക് കയറി പർച്ചേസ് ചെയ്യാൻ ആവശ്യമായ നിലയിൽ ഭൗതിക സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിന്റെ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ്ങും വളരെ ആകർഷകമാകുന്ന നിലയിൽ എല്ലാവർക്കും സാധനങ്ങൾ പെട്ടെന്ന് കണ്ട് സെലക്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ഏറ്റവും അനുയോജ്യമായ നിലയിലാണ് ഈ അകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. 22 വർഷം മുൻപ് കണ്ണൂർ തുടക്കമിട്ട ട്രിയോ ബസാറിന്റെ 5ാമത്തെ ഷോറൂമാണ് കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ച സൂപ്പർ മാർക്കറ്റ് ഇതിലൂടെ 5ാമത്തെ സംരംഭമാണ്. പിന്നെ 22 വർഷം മുമ്പ് കണ്ണൂരിൽ തുടക്കമിട്ട ഹൈപ്പർ മാർക്കറ്റിന്റെ 5ാമത്തെ ഷോറൂമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. തികച്ചും ജനമനസ്സുകളിൽ ഇടം നേടിയ ഈ സ്ഥാപനത്തിന് കൂത്തുപറമ്പിന്റെ മണ്ണിലും ഒരു സ്ഥാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതിന് അനുസൃതമായിട്ടുള്ള വിലയിലും ഗുണമേന്മയിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഞങ്ങളുടെ മുഖമുദ്ര. മാമു കീത്തടത്ത്, മുഹമ്മദ് മൻസൂർ, P. ഫഹദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ട്രിയോ ബസാർ പ്രവർത്തിക്കുന്നത്. കൂത്തുപറമ്പ് ACP സിബി ടോം മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ MV ശ്രീജ, വാർഡ് കൗൺസിലർ സുധീർ ബാബു തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാം റിമാൻഡിൽ. അറസ്റ്റിലായത് കർണാടകയിലെ കുടകിൽ നിന്ന്. പെരിങ്ങത്തൂർ അണിയാരത്ത് പ്രവർത്തിക്കുന്ന ഭാരത് ഗ്യാസ് ഏജൻസിയുടെ പ്രവർത്തനം പൊയിലൂരിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം വ്യാപകം. ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന തീരുമാനമാണിതെന്ന് UDF പെരിങ്ങളം മേഖലാ കമ്മിറ്റി. കൂത്തുപറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രിക്കും ജീവനക്കാർക്കും എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുകയാണ് ലക്ഷ്യം. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 5ാം റാങ്ക് നേടിയ കടവത്തൂരിന്റെ അഭിമാനമായി നിത ഫാത്തിമ. കുടുംബത്തിന്റെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് നിത. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.